ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ BSc കോംപ്ലിമെന്ററി കോഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇയർ നമ്മൾ നവംബർ 2022 അഥവാ 2022 നവംബർ 2022 ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സെക്ഷൻ എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് calculate the slope of the tangent line to the graph of y equal to x square at x equal to 1. അപ്പോ എന്താണ്? കാൽക്കുലേറ്റ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ലൈൻ ആണ്. നമുക്ക് ഫസ്റ്റ് സെക്ഷന്റെ ആ ഭാഗത്തെ ടാൻജന്റ് ഡെൽ വൈ ഉപയോഗിച്ച് അതാ ഡെൽറ്റ ഉപയോഗിച്ചിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഡെൽ ഡിവൈഡഡ് ബൈ del x equal to എന്താണ്? f of x naught plus delta x minus f of x naught divided by എന്താണ്? delta x. ഇവിടെ y-ക്ക് ഞാൻ എന്ത് കൊടുക്കുകയാണ്? അല്ലെ f of x കൊടുക്കുകയാണ്. അപ്പൊ f of x എന്ന് പറഞ്ഞാൽ എന്തായി? x സ്ക്വയർ ആയി. x naught എന്ന് പറഞ്ഞ ഇവിടെ എന്താക്കി എടുത്തു? 1 ആക്കി. അപ്പൊ ഈക്വൽ ടു f of x naught plus delta x എന്ന് പറയുമ്പോൾ എന്താവും? x plus delta x അല്ലെ ഹോൾ സ്ക്വയർ അഥവാ x നോട്ട് പ്ലസ് മൈനസ് ഇവിടെ f of x നോട്ട് എന്ന് പറയുമ്പോൾ 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ x. ഇനി എന്ത് ചെയ്യുക? x നോട്ട് വാല്യൂ 1 ആണ്. അപ്പൊ എന്താ? 1 പ്ലസ് ഡെൽറ്റ x ഹോൾ സ്ക്വയർ മൈനസ് f of 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ്? ഡെൽറ്റ x. അപ്പൊ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോം ആയി അല്ലെ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എന്റെ സ്ഥാനത്ത് 1, ബിന്റെ സ്ഥാനത്ത് ഡെൽറ്റ എക്സ്. അപ്പൊ ഇവിടെ എന്തായി? 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ 1, ബി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ്, ബി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് സ്ക്വയർ അല്ലെ. അപ്പൊ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2 ഇൻറ്റു 1 2 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ സ്ക്വയർ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുക. അപ്പൊ നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്താണ്? 1 പ്ലസ് 2 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. 1 മൈനസ് 1 ക്യാൻസൽ ആയി പോയി. ബാക്കി ആരേ ഉള്ളൂ? 2 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ കോമൺ ആയിട്ട് ആരുണ്ട്? ഡെൽറ്റ ഉണ്ട്. ആ ഡെൽറ്റ എക്സ് ഔട്ട് സൈഡ്. അപ്പൊ 2 പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഈ ഡെൽറ്റ എക്സും ഡെൽറ്റ എക്സും ക്യാൻസൽ ആയി പോയി. അപ്പൊ എന്തായി? 2 പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. അപ്പൊ എന്താണ് പറയുന്നത്? ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ലൈൻ ഈസ് എത്ര? ഇവിടെ വരുന്ന ആ വാല്യൂ ഡെൽറ്റ വരാത്ത ഭാഗത്തുള്ള ആ വാല്യൂ ആണ് നമുക്ക് സ്ലോപ്പ് ആക്കി എടുക്കുക. ഇവിടെ എത്രയാണ്? 2 ആണ് വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെയാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? ലിമിറ്റ് x ടെൻസ് ടു -5 x സ്ക്വയർ പ്ലസ് 3x മൈനസ് 10 ഡിവൈഡഡ് ബൈ x പ്ലസ് 5 ആണ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായി? 0/0 ഫോമിലേക്കാണ് വരിക അല്ലെ, അല്ലെങ്കിൽ ഇൻഡിറ്റർമിനന്റ് ഫോമിലേക്ക് വരും. അപ്പൊ മുകളിൽ ഒരു x സ്ക്വയർ പ്ലസ് 3x മൈനസ് 10 ആണ്. ഇത് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അല്ലെ. അത് പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ എൽ ഹോപ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്യുന്നത്. ഇത് അഡീഷൻ ചെയ്യുമ്പോൾ 3ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 10ഉം കിട്ടണം. എന്താണ്? അഡീഷൻ ചെയ്യുമ്പോൾ 3ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10ഉം കിട്ടണം. 2 നമ്പേഴ്സ് സെലക്ട് ചെയ്യും. അഡീഷൻ അല്ലെ. അപ്പൊ ആരൊക്കെയാണ്? ഒന്ന് 2ഉം 5ഉം അല്ലെ. മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടുന്നത്. ഇനി അഡീഷൻ ചെയ്യുമ്പോൾ 3 കിട്ടണം. അപ്പൊ ഇവിടെ ആരാ മൈനസ് കൊടുക്കേണ്ടത് നോക്കിയാൽ മതി. ആർക്ക് മൈനസ് കൊടുത്താൽ മതി? -2. കാരണം എന്താ? -2 പ്ലസ് 3 എന്ന് പറയുമ്പോൾ +3 ആണ് അല്ലെ. -2 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ +3 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുന്നുണ്ട്? -10. അപ്പൊ ഇത് എങ്ങനെ ചെയ്താൽ ഫാക്ടറൈസ് ആക്കി? x -2 ഇൻറ്റു x പ്ലസ് 5 അല്ലെ. 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് നമ്മളെ പോളിനോമിയൽ ചാപ്റ്ററിൽ. അതാണ് ഇതിന് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടുന്നു നോക്കുക. അപ്പൊ 2ഉം 5ഉം ആണ്. ഇനി ഇവിടെ നോക്കുക 3 ആണ് കിട്ടേണ്ടത്. പടം എന്താണ്? -2 കൊടുത്തു. അപ്പൊ -2 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 3 കിട്ടി. നേരെ x -2 ഇൻറ്റു x പ്ലസ് 5. അപ്പൊ ഇത് എന്ത് ചെയ്താൽ മതി? ഇതിനൊന്ന് മാറ്റി എഴുതാം. അപ്പൊ ലിമിറ്റ് x ടെൻസ് ടു മൈനസ്, ആദ്യം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാണ്. x സ്ക്വയർ പ്ലസ് 3x മൈനസ് 10 ഡിവൈഡഡ് ബൈ x പ്ലസ് 5 ഈക്വൽ ടു
ലിമിറ്റ് എക്സ് ടെൻസ് ടു -5 ഇതിനെ ഫാക്ടറേഷൻ ചെയ്തു x - 2 into x plus y ഡിവൈഡഡ് ബൈ x plus y. അപ്പൊ ആരുണ്ട്? മുകളിൽ ഒരു x plus y ഉണ്ട്, താഴെ ഒരു x plus y ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തേ ഉള്ളൂ? ഇവിടെ x - 2 ആയി മാറി. ഇനി എക്സിന്റെ സ്ഥാനത്ത് ആര് കൊടുക്കുക? -5 കൊടുക്കുക. അപ്പൊ -5 - 2ന്റെ ആൻസർ എത്ര കിട്ടി? -7 ആണ് കിട്ടിയത്. ഇതല്ലേ നമ്മുടെ കാണാൻ പറഞ്ഞത് അല്ലെ? ഇതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു -5 x² plus 3x - 10 ഡിവൈഡഡ് ബൈ x plus y ന്റെ ലിമിറ്റ് വാല്യൂ എത്രയാണ്? -7 ആണ് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? If f has the derivative at x equal to c, then prove that f is continuous at x equal to c. ക്വസ്റ്റ്യൻ പറഞ്ഞ എല്ലാ ഡെറിവേറ്റീവ് ഫംഗ്ഷനും എന്താണ്? കണ്ടിന്യൂസ് ആണ് തെളിയിക്കാനാ പറഞ്ഞത്. എന്താണ്? എല്ലാ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും എന്താണ്? കണ്ടിന്യൂസ് ആണ് തെളിയിക്കാനാ പറഞ്ഞത്. നമ്മൾ അല്ലെ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ എല്ലാം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ നമ്മൾ ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു? മോഡ് എക്സ് ആയിരുന്നു അല്ലെ? മോഡ് എക്സ് എന്നാണ് കണ്ടിന്യൂസ് ആണ്, പക്ഷെ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ഇലാണ് എക്സ് ഈക്വൽ ടു 0. ഇവിടെ ചോയ്സ് എന്താണ്? എല്ലാ ഡിഫറൻഷ്യൽ ഫംഗ്ഷനും എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് കാണാനുള്ള അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ കാണാനുള്ള നമുക്ക് ഫോർമുല അറിയാം അല്ലെ? എന്താണ്? ഡെഫിനിഷൻ ഓഫ് ഡിഫറൻഷ്യബിലിറ്റി അല്ലെ? ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എക്സ് ഈക്വൽ ടു സി. എന്തായിരുന്നു? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് അല്ലെ? എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി f of x minus f of c divided by x minus c. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ ഓഫ് ഡിഫറൻഷ്യബിലിറ്റി അറ്റ് x ഈക്വൽ ടു c അറ്റ് ലിമിറ്റിന്റെ കേസിൽ. ഞാനിവിടെ എന്ത് ചെയ്യാണ്? if x നോട്ട് ഈക്വൽ ടു c, x എന്താകുന്നില്ല? c ആകുന്നില്ല. അപ്പൊ ഞാനിവിടെ f of x minus c ക്ക് എടുത്തു. അപ്പൊ f of x minus c മുകളിലത്തെ f of minus c ആണ്. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്? മുകളിലും താഴെയും ആഴ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവിഷൻ നടത്തുകയാണ്. ഒരു എക്സ് മൈനസ് സിനെ താഴെയും മുകളിലും എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ താഴെ ഡിവിഷൻ നടത്തി. ക്ലിയർ ആയല്ലോ? എന്ത് ചെയ്തു? എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈക്വൽ ടു താഴെ മുകളിൽ എക്സ് മൈനസ് സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എന്താവുന്നില്ല? എക്സ് നോട്ട് ഈക്വൽ ടു സി എന്നൊരു കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതിയത്. ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഏതാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി അപ്ലൈ ചെയ്യാം ബോത്ത് സൈഡ്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എന്താണ്? എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി. നമുക്ക് ലിമിറ്റിന്റെ കേസ് നമുക്കറിയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ജി ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ഇൻറ്റു എഫ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ജി ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഇതിനും ഒരു ഒന്നാക്കി എടുത്തു, ഇതിനെ ഒന്നാക്കി സെപ്പറേറ്റ് ആക്കി എന്ത് ചെയ്യാം? ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു സ്റ്റെപ്പ് കുറച്ച് എഴുതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എന്താണ്? എക്സ് മൈനസ് സി എന്ന രീതിയിൽ സ്പ്ലിറ്റേഷൻ കൊടുത്തു. റിസൾട്ട് എന്തായിരുന്നു? ഇതാണ് നമ്മുടെ റിസൾട്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു ജി. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് വരെ എഫ് ഡാഷ് ഓഫ് സി ആണ്. അപ്പൊ എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ആര് കൊടുക്കുക? സി കൊടുക്കുക. മീൻസ് ലിമിറ്റ് അപ്ലൈ. അപ്പൊ എന്താവും? സി മൈനസ് സി എന്താണ്? 0 അല്ലേ? അപ്പൊ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആയി അല്ലെ? സി ഇൻറ്റു 0 എന്ന് പറയാം. അപ്പൊ മൊത്തത്തിൽ എന്തായി? ഈക്വൽ ടു 0 അല്ലെ? എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 0. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? 0. ഇന്ന് ലിമിറ്റ് ഉള്ളിലേക്ക് കൊണ്ടുവന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇൻറ്റു അല്ലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് സി ഈക്വൽ ടു 0. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആ നമ്പർ അല്ലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ഒരു കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ വാല്യൂ? കെ തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താ വരിക? എഫ് ഓഫ് സി തന്നെയാണ്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈക്വൽ ടു 0. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എന്താവും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായി? എഫ് ഓഫ് സി. അപ്പൊ ഇതെന്താണ് നമ്മുടെ ഡെഫിനിഷന്? ലിമിറ്റിന്റെ ഡെഫിനിഷൻ ആണ് കിട്ടിയത് അല്ലെ? അപ്പൊ therefore it is
അല്ലെ കണ്ടിന്യൂസ് അല്ലെ കണ്ടിന്യൂസ് അറ്റ് എന്താണ് എക്സ് ഈക്വൽ ടു സി അല്ലെ ലിമിറ്റിന്റെ കണ്ടിന്യൂസ് പറയുമ്പോൾ റൈറ്റ് ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ആവുമ്പോഴും അതേപോലെ അല്ലെ എല്ലാ കണ്ടീഷനും ആകുമ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത് എന്ത് കിട്ടി ഇപ്പോ ഡിഫറൻഷ്യബിൾ തുടങ്ങി നമ്മൾ എവിടെ എത്തി ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് കണ്ടെത്തി അല്ലെ. അപ്പൊ എന്താ നമ്മളിപ്പോ കിട്ടിയത് അല്ലെ എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും എന്താണ് കണ്ടിന്യൂസ് ആണ് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. റിവേഴ്സ് ശരിയല്ല, അതിന്റെ എക്സാമ്പിൾ mod x at x equal to 0 എന്ന കാര്യം കൂടി ഓർത്ത് വെക്കാം. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് y equal to 2x plus 5 divided by 3x minus 2. ഇതിന്റെ ഡെറിവേറ്റീവ് കാണാനാണ്. ഇവിടെ y ആണ്. അപ്പൊ y എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ അതിന് വിത്ത് റെസ്പെക്ട് ആഡ് ചെയ്താൽ മതി, ഇതിനെ x ലേക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ y ഈക്വൽ ടു 2x plus 5 divided by 3x minus 2. അപ്പൊ എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. we get ഇപ്പൊ എന്ത് കിട്ടും അല്ലെ dy by dx ഈക്വൽ ടു, ഇപ്പൊ കോഷ്യന്റ് റൂൾ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെ. d by dx of p by q ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു അല്ലെ ഫസ്റ്റ് ഡിനോമിനേറ്ററിന്റെ മുകളിൽ കൊണ്ടുപോയി പിന്നെ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് എന്തിന്റെ അടുത്തത് അല്ലെ ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോഷ്യൻ ഡിവൈഡഡ് ബൈ അല്ലെ കോഷ്യന്റെ സ്ക്വയർ എന്ന രീതിയിലാണ്. അപ്പൊ ഇവിടെ p എന്ന് പറഞ്ഞാൽ ആരാണ് 2x plus 5 ഉം q എന്ന് പറഞ്ഞാൽ 3x minus 2 ആണ്. അപ്പൊ ഞാൻ ആദ്യം മൊത്തം ഡിവിഷൻ കൊടുത്തു. ഇവിടെ ആരാണ് 3x minus 2 whole square. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക 3x minus 2 എടുത്ത് എഴുതി ഇൻറ്റു d by dx ഓഫ് ആരുടെ ഡെറിവേറ്റീവ് 2x plus 5 ഡെറിവേറ്റീവ് മൈനസ് അടുത്തെന്താണ് 2x plus എന്താണ് 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആരാണ് 3x minus 2 ആണ്. ഇനി എന്ത് ചെയ്യാം ഇതിന്റെ ഓരോന്നിനെയും എന്ത് ചെയ്യാം ഡെറിവേറ്റീവ് ഈക്വൽ ടു എന്താണ് 3x minus 2 ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 2 അല്ലെ 5 ന്റെ ഡെറിവേറ്റീവ് 0 ആണ് ചെയ്യുന്നില്ല 2x plus 5 ഇൻറ്റു 3x minus 2 ന്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 3 നെ വേരിയബിൾ ബാക്കി 0 ഡിവൈഡഡ് ബൈ എന്തായി 3x minus 2 ഓൾസോ ഇതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്നിട്ട് ഇവിടെ 6x minus 4 minus of 6x plus 15 divided by എന്തായി 3x minus 2 whole square equal to ആ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. അപ്പൊ 6x minus 4 minus 6x minus 15 divided by 3x minus 2 whole square. 6x ഉം 6x ഉം വെട്ടിപ്പോയി, ബാക്കി എന്താ ഇവിടെ minus 4 minus 50 divided by 3x minus 2 whole square equal to ആഡ് ചെയ്യുമ്പോൾ minus 19 divided by 3x minus 2 whole square ആണ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ആൻസർ എത്ര കിട്ടി minus 19 divided by 3x minus 2 whole square. ഇത് 2 ആണ്, അപ്പൊ 2 whole square ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറയുന്നത്? Find the linearization of f of x equal to x raised to 4 when x equal to 1. ഇപ്പൊ ലീനിയറൈസേഷൻ ആണ് ക്വസ്റ്റ്യൻ. ശരിക്കും നമ്മൾ സിലബസ് നമുക്ക് ലീനിയർ അപ്രോക്സിമേഷൻ ആണ് കണക്കുന്നത്. അപ്പൊ അവരെ മാറിപ്പോയതാകാം. ചിലപ്പോ കഴിഞ്ഞ നമ്മൾ ഇതുവരെ ലീനിയറൈസേഷൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താ ലീനിയറൈസേഷൻ ഇക്വേഷൻ? L of x equal to f of a plus f dash of a into x minus a ആണ് ലീനിയറൈസേഷൻ ഇക്വേഷൻ. ഇവിടെ f of x എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് x raised to 4, a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ f of a എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ f of 1 എന്ന് പറഞ്ഞാൽ എന്തായി 1 raised to 4 എന്ന് പറഞ്ഞാൽ 1. ഇനി അടുത്തെന്താണ് f dash of ആണ്. അപ്പൊ 4x cube ആയി മാറും. അപ്പൊ f of a അല്ലെങ്കിൽ f of എന്താണ് f dash of a എന്ന് പറഞ്ഞാൽ f dash of a സ്ഥാനത്ത് 1 കൊടുക്കും. അപ്പൊ എന്താ 4 into 1 cube that is 4 into 1 equal to 4. ഇനി എന്ത് ചെയ്യാം ലീനിയറൈസേഷൻ ഇക്വേഷൻ ഇപ്പൊ കൊടുക്കാം. L of x equal to എന്താണ് f of a plus f dash of a into x minus a. f of a നമ്മൾ കണ്ടെത്തി 1, f dash of a എന്ന് പറഞ്ഞാൽ 4x a എന്ന സ്ഥാനത്ത് 1 x minus 1 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 4x minus 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും 4x 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ minus 3 ആണ്. ഇതാണ് ഇതിന്റെ ലീനിയറൈസേഷൻ ഇക്വേഷൻ ആയിട്ട് വരുന്നത്.
ഓർത്ത് വെക്കുക, ലീനിയറൈസേഷൻ ഇക്വേഷൻ L of x equal to f of a plus f dash of a into x minus a ആണ് നമ്മളെ ലീനിയറൈസേഷന്റെ ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത്. എന്താണ് സിക്സ്ത് ക്വസ്റ്റ്യൻ? ഫൈൻഡ് d by dx of tan of x square plus ഒന്നുമില്ല, ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ d by എന്താണ് dx of tan of x square plus 1. tan x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം sec സ്ക്വയർ ആണ്. x ന്റെ സ്ഥാനത്ത് ഇവിടെ ആരാണ് x സ്ക്വയർ പ്ലസ് 1 കഴിഞ്ഞിട്ടില്ല, അതിന്റെ ഡെറിവേറ്റീവ് ആണ് ആര് x സ്ക്വയർ പ്ലസ് 1 ന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു sec സ്ക്വയർ ഓഫ് x സ്ക്വയർ പ്ലസ് 1 d by dx of x square plus 1 ന്റെ ഡെറിവേറ്റീവ് 2x പിന്നെ 0 ആണ്. അപ്പൊ 2x ആദ്യം എഴുതി into sec സ്ക്വയർ ഓഫ് x സ്ക്വയർ പ്ലസ് 1 ആണ്. ഇതാണ് നമ്മൾ ആര് വരുന്നത് അല്ലെ, tan of x square plus 1 ന്റെ ഡെറിവേറ്റീവ് വാല്യൂ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഓർത്ത് വെക്കേണ്ടതാണ് tan ഡെറിവേറ്റീവ് sec സ്ക്വയർ ആണ്. അപ്പൊ x സ്ക്വയർ പ്ലസ് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്, അത് 2x. ഫസ്റ്റ് എടുത്ത് എഴുതിയിരുന്നു. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത്. എന്താണ് സെവൻത് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 1 plus x raised to n minus 1 divided by x. ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 raised to 1 minus 1 by 0, that is 1 minus 1 0, that is 0 by 0 എന്ന ഫോമാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മള് 0 by 0 ഫോം കിട്ടി കഴിഞ്ഞാൽ ഇതിന് എൽ ഹോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യും. എൽ ഹോപ്പിറ്റൽ റൂൾ സെപ്പറേറ്റ് ആയിട്ട് മോളും താഴെയും എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ ആദ്യമാണ് ക്വസ്റ്റ്യൻ എടുത്തേക്ക് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 1 plus x all raised to n minus 1 divided by. ഇനി എന്ത് ചെയ്താണ്, എൽ ഹോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തു. അപ്പൊ എന്തായി, നമുക്കറിയാം d by dx of x raised to n എന്ന് പറഞ്ഞാൽ n into x raised to n minus 1 ആണ്. കഴിഞ്ഞിട്ടുള്ള d by dx of എന്താണ് x കൂടി. അപ്പൊ ഇതിന് ഇവിടെ d by dx ചെയ്യുമ്പോൾ ഇവിടെ n into 1 plus x raised to n minus 1, ഇതിന്റെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 1 തന്നെയാണ് അല്ലെ, into 1 minus 1 ന്റെ ഡെറിവേറ്റീവ് 0, താഴെ x ന്റെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 1 ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡ്സ് ടു 0. ഇവിടെ എങ്ങനെ 1 കിട്ടിയത്, ഇതിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് x ന്റെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്തായി 1 ആണ് കിട്ടുക. 0 plus 1 എന്ന് പറയുമ്പോൾ 1. ഇനി എന്ത് ചെയ്യാ, n into 1 plus x raised to n minus 1 അല്ലെ, ബാക്കിയൊന്നുമില്ല, താഴെ 1 ആണ്. നേരെ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യും. അപ്പൊ 1 plus 0 raised to n minus 1 equal to n into 1 raised to n minus 1 എന്ന് പറഞ്ഞാൽ n into 1 equal to എന്താണ്, n ആണ് അതിന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയ്ത്ത്. എന്താണ് എയ്ത്ത് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി പോയിന്റ് ഓഫ് ഇൻഫെക്ഷൻ ഓൺ ദി കർവ് y equal to 3x raised to 4 minus 4x cube plus 1. ഈ പോയിന്റ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടെത്തുക, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക. സെക്കൻഡ് ഡെറിവേറ്റീവിനെ എന്ത് ചെയ്യണം, 0ക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് അതിന്റെ x വാല്യൂ കണ്ടെത്തുക. എന്നിട്ട് തേർഡ് ഡെറിവേറ്റീവ് കാണുക, തൊട്ട് മുമ്പ് കിട്ടിയ x വാല്യൂ ഇട്ട് കൊടുത്ത് അത് എന്തായിരിക്കണം, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പോയിന്റ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റൂ. ഒറ്റയടിക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ട് 0ലേക്ക് ഇക്വേറ്റ് x ന്റെ വാല്യൂ എടുത്ത് എഴുതരുത്. എന്താ പറഞ്ഞത്, അപ്പൊ കയ്യിലൊരു f of x ഉണ്ടെന്ന് വിചാരിക്കാം, അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക, അതെന്ത് ചെയ്യുക, സെക്കൻഡ് ഡെറിവേറ്റീവിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് x വാല്യൂ കണ്ടെത്തുക. ഞാൻ x വാല്യൂ ഒരു a എന്ന് പേര് വെക്കുന്നു. എന്നിട്ട് ട്രിപ്പിൾ ഡാഷ് കണ്ടിരിക്കാം, അതെന്ത് ചെയ്യാം, ആ വാല്യൂവിനെ നമ്മള് f ട്രിപ്പിൾ ഡാഷ് ഓഫ് a കണ്ടെത്തും. അതെന്തായിരിക്കണം, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, പോയിന്റ് ഓഫ് ഇൻഫെക്ഷന്റെ ആ പോയിന്റ് ഓഫ് ഇൻഫെക്ഷൻ ആരായിരിക്കും, a ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ലെറ്റ് f of x ആക്കി ആരെടുക്കുകയാണ്, y ന് സെലക്ട് ചെയ്യുക. അപ്പൊ y എന്ന് പറഞ്ഞാൽ എന്താണ്, 3x raised to 4 minus 4x cube plus 1 ആണ് നമ്മളെ y എന്നത്. അതിനെ ആരാക്കി ഇട്ടു, f of x ആക്കി ഇട്ടു. ഇനി എന്ത് ചെയ്തു, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് f dash of x എന്ന് പറയുമ്പോൾ എന്തായി, 3 into 4 x cube minus 4 into 3 x square ആയി, മറ്റേ 0 ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12x cube minus 12x square ആയി മാറി. ഇനി വീണ്ടും ഡെറിവേറ്റ് f dash of x എന്ന് പറഞ്ഞാൽ 12 into 3 into x square minus 12 into 2 into x, അതായത് 36x square minus 24x. എന്താണ് പറഞ്ഞത്, ഇതിനെ ഈക്വേറ്റ് ചെയ്യുക, 0ലേക്ക് ഈക്വേറ്റ് ചെയ്യുക. അപ്പൊ f double dash of x equal to 0 implies
36x square minus 24x equal to 0. ഇവിടെ കോമൺ ആയിട്ട് എക്സിനെ പുറത്തേക്ക് വിളിച്ചു. അപ്പൊ 36x minus 24 equal to 0. അപ്പൊ എന്ത് പറയാം? ഒന്നില്ലെങ്കിൽ x 0 ആകാം, അല്ലെങ്കിൽ 36 minus 24 equal to എന്താകാം? 0 ആകാം. ഒന്നില്ലെങ്കിൽ x equal to 0 ആകാം, or 36 minus 24 equal to എന്താകാം? 0 എന്ന കണ്ടീഷൻ. അപ്പൊ ഇവിടെ എന്തായി? ഇനി ഇത് മാത്രം നോക്കിയാൽ മതി എക്സ് വാല്യൂ, കാരണം ഇവിടെ എക്സ് വാല്യൂ 0 കിട്ടി. ഇനി ഇത് എന്ത് ചെയ്യാം? 36 എക്സ് ആണ് നിർത്തി 24 അപ്പുറം കിട്ടും. അപ്പൊ എക്സ് ഈക്വൽ ടു 24/36 അല്ലെ? 24ന്റെ കാര്യം 6 into 4 ആണ്. 36 6 into 6. അപ്പൊ 4/6 ആയി. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2/3 ആയി. ഇനി എന്ത് ചെയ്യാം? തൊട്ട് മുമ്പത്തെ ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. നമുക്കറിയാം എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 36x square minus 24x ആയിരുന്നു. അപ്പൊ 36 into 2 into x minus 24 equal to 72x minus 24. അപ്പൊ ട്രിപ്പിൾ ഡാഷ് കണ്ടെത്തി. ഇനി നേരത്തെ പറഞ്ഞെന്തായിരുന്നു? ഈ കിട്ടിയ വാല്യൂസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതെന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ പോയിന്റ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. ആ പോയിന്റ്. അപ്പൊ ആദ്യം ഞാനിവിടെ x ഈക്വൽ ടു 0 കൊടുക്കുകയാണ്. അപ്പൊ എന്താവും? ഇംപ്ലൈസ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 72 into 0 minus 20 equal to minus 20. അപ്പൊ നോട്ട് ഈക്വൽ ടു 0 ആയിട്ട്. അപ്പൊ ഒരു പോയിന്റ് ഓഫ് ഇൻഫെക്ഷൻ കിട്ടി. അതിലാണ് x ഈക്വൽ ടു 0 ആണ്. ഇനി അടുത്താണ് x ഈക്വൽ ടു 2/3 implies f triple dash of 2/3 equal to 72 into 2/3 minus 24. ഇത് രണ്ടും ക്യാൻസൽ ആയതായി 24 into 2 minus 20. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായി? 24 നോട്ട് ഈക്വൽ ടു 0. അപ്പൊ എന്ത് കിട്ടി? x ഈക്വൽ ടു 0 കൊടുക്കുമ്പോഴും അല്ലെ, അതേപോലെ 2/3 കൊടുക്കുമ്പോഴും എന്ത് കിട്ടുന്നില്ല? അത് 0 കിട്ടുന്നില്ല. അപ്പൊ ഇതിനെന്തുണ്ട്? ഇത് രണ്ട് പോയിന്റ് ഓഫ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ hence 0,2/3 is a എന്താണ്? ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ പോയിന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കിട്ടിയല്ലോ. അപ്പൊ രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഒന്ന് 0, പിന്നെ ആരാണ്? 2/3 ആണ് പോയിന്റ് ഓഫ് ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 9th ക്വസ്റ്റ്യൻ. എന്താണ് 9th ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് the interval of which infection find the interval on which the function g of t equal to minus t square minus 3t plus is increasing and decreasing. അപ്പൊ ഈ തന്ന ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിങ് എപ്പോഴാണ് ഡിക്രീസിങ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളൂ. നമുക്കറിയാം ഇതിൽ ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പ്രകാരമാണത് ഇൻക്രീസിങ്ങും ഡിക്രീസിങ് ആണ് അല്ലെ. അപ്പൊ അത് ആദ്യം നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടു. അപ്പൊ തന്ന ഫംഗ്ഷൻ ആദ്യം എടുത്ത് എഴുതി g of t equal to minus t square minus 3t plus 3. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതിന് ഡെറിവേറ്റീവ്. അപ്പൊ g dash of t equal to minus 2t minus കോമൺ ആയിട്ട് ആരുണ്ട്? ഒരു മൈനസിന് ഔട്ട് എഴുതി. അപ്പൊ 2t plus 3 എന്ന രീതിയിൽ വന്നു. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് കാണാൻ g dash of equal to 0 implies minus of 2t plus 3 equal to 0 implies 2t plus 3 equal to 0. അപ്പൊ എന്താവും? implies 2t equal to minus 3, t equal to minus 3/2 ആണ് കിട്ടിയത്. minus 3/2 എന്ന 3ന്റെ ഹാഫ് എന്നാണ് 1.5 ആണ്. അപ്പൊ minus 1.5. ഇനി നമ്മൾ എന്താണ് അല്ലെ, ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? അപ്പൊ minus 3/2 ഈസ് എന്താ പറയാ? ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ആരാണ്? minus 3/2. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു രീതിയാണ് ഇങ്ങനെ വരച്ചത്. ഇവിടെ എന്താണ്? minus 3/2 1.5. അപ്പൊ 1.5 ഇപ്പുറത്ത് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ഒരു -2 കൊടുത്തു. at x equal to -2. ഇതിൽ എഴുതി കൊടുക്കുക g dash of x-ലേക്കാണ് കൊടുക്കേണ്ടത്. g dash of -2 g അല്ലെ. അപ്പൊ g dash of x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? minus of 2t plus 3 ആണ്. ഇതിലേക്ക് കൊടുക്കുമ്പോൾ എന്താവും? minus of 2 into minus 2 plus 3 എന്തായി? minus of -4 plus 3 equal to
minus of minus 1 equal to plus 1. That is പോസിറ്റീവ് ആണ് കിട്ടി. അപ്പൊ ഈ ഭാഗത്ത് എന്താണ് പോസിറ്റീവ് ആണ് കിട്ടി. ഈ ഭാഗത്ത് ഒരു വാല്യൂ കൊടുക്കുക. ഇപ്പൊ എന്താണ് -0.1.5 അപ്പുറത്ത് ഒരു 0 കൊടുത്താലും മതി. അപ്പൊ at x equal to 0 g dash of x equal to g dash of 0 equal to minus of 2 into 0 plus 3 equal to minus, that is എന്താണ് നെഗറ്റീവ് ആണ് ഈ ഭാഗം. അപ്പൊ ഇത്രയും വരുന്ന ഭാഗത്ത് ഈ സൈഡൊക്കെ പോസിറ്റീവ്, ഈ സൈഡ് എന്താണ് നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് പറയാം, ഇറ്റ് ഈസ് ഇൻക്രീസിങ് അല്ലെ. ഇൻക്രീസ് എവിടെ മുതൽ, ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ആണ്, ഇവിടെ എന്താണ് പ്ലസ് ഇൻഫിനിറ്റി. മൈനസ് ഇൻഫിനിറ്റി മുതൽ -3/2 വരെ എന്താണ് ഇൻക്രീസിങ് ആണെന്ന് കണ്ടെത്തി. ആൻഡ് എന്താണ് ആൻഡ് ഡിഗ്രീസിങ് ഓൺ എന്താണ് -3/2 ടു ഇൻഫിനിറ്റി വരെ എന്താണ് ഡിഗ്രീസിങ്. അപ്പൊ ഡിഗ്രി ആൻഡ് എന്താണ് ഡിഗ്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓൺ -3/2 മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയാണ് അത് ഡിഗ്രീസിങ്. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ മതി, ഇവിടെ പ്ലസ് അപ്പൊ ഇൻക്രീസിങ്, ഇവിടെ എന്താണ് നെഗറ്റീവ്, ഡിഗ്രീസ്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 10th. എന്താണ് 10th ക്വസ്റ്റ്യൻ? Evaluate summation k equal to 1 to 7 minus 2k. ഇവിടെ എന്താണ് kക്ക് 1 2 3 4 5 6 7 വരെ അപ്ഡേഷൻ കൊടുക്കാനാണ്. അപ്പൊ സമ്മേഷൻ k equal to 1 to 7 minus 2. അപ്പൊ 1 കൊടുക്കുമ്പോ 2 into 1 പ്ലസ് minus 2 into 2 കൊടുത്തു പ്ലസ് minus 2, ഈ 2 കോമൺ ആയിട്ടുള്ളതാണ്. 2 into അടുത്ത 3 പ്ലസ് -2 into 4 -2 into 5 plus -2 into 6 plus -2 into 7 equal to -2 -4 -6 -8 -10 -12 -40 ഒക്കെ പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -56 ആണ് വരിക. അപ്പൊ അതതിന്റെ സമ്മായിട്ട് വരുന്നു. ക്ലിയർ ആയല്ലോ. ഇനി 11th എന്താണ് 11th ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? യൂസിങ് ലിമിറ്റ് ഓഫ് റീമാൻ സം establish the equation integral a to b c dx equal to c into b minus, where c is a constant. ഇതാണ് നമ്മൾ റീമാൻ സം ഉപയോഗിക്കുന്നതിന്റെ എന്ത് ചെയ്യാം, ഇന്റഗ്രേഷൻ വാല്യൂ കണ്ടെത്തുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാർട്ടീഷൻ സെറ്റ് ചെയ്യും. let b equal to x0 x1 etc xn be the partition of closed interval a comma b for which k equal to 1 comma 2 comma 3 comma etc. ഇനി എന്ത് ചെയ്യാണ്, select the point ck belongs to ck xk minus 1 comma xk. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു പോയിന്റ് സ്ഥലത്ത് ck എന്നൊരു പോയിന്റ് ആണ്, ഒരു പാർട്ടീഷൻ സെലക്ട് ചെയ്തു, x0 x1 etc xn be the partition. ഇനി എന്ത് ചെയ്യാണ്, നമുക്ക് f of x നെ എന്താക്കി എടുക്കും, c ആക്കി എടുത്തു. for all x in closed interval a comma b then Riemann sum. Riemann sum ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്, ലിമിറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പൊ Riemann sum Sn equal to summation k equal to 1 to n f of ck into delta xk equal to summation k equal to 1 to n f of ck എന്ന് പറഞ്ഞാൽ എന്താണ്, c ആണ് അല്ലെ. f of x ആണ് c ആണ്. അപ്പൊ c into delta xk എന്ന് പറഞ്ഞാൽ ഇതാണ് ഏത്, xk minus xk minus 1 ആണ് അല്ലെങ്കിൽ. ഇനി എന്ത് ചെയ്യാം, സമ്മേഷന്റെ വാല്യൂ അപ്ലൈ 1 2 3 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോ c നമ്മുടെ കോമൺ ആണ്, ആ കോമൺ ആണ്. ഇനി എന്ത് ചെയ്ത് അടുത്തത് x1 കൊടുത്തു മൈനസ് x0 പ്ലസ് x2 മൈനസ് x1 പ്ലസ് എക്സെട്ര xn മൈനസ്. അപ്പൊ നോക്ക്, ഇവിടെ ഒരു x1 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് x1 ക്യാൻസൽ ആയി പോയി. ഇനി ഇവിടെ x2 ഉണ്ട്, അപ്പൊ അതേപോലെ ഇവിടെ എന്താവും, ഒന്ന് ക്യാൻസൽ ആയി പോകും. അങ്ങനെ ക്യാൻസൽ ആയി ബാക്കി ആരേ ഉണ്ടാവുള്ളൂ, xn മൈനസ് x0 മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം xn എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ അകത്ത് ആരാണ് xn എന്ന് പറഞ്ഞാൽ ഇതൊരു b ആണ്, ഇത് ആരാണ് x0 എന്ന് പറഞ്ഞാൽ a ആണ്. അപ്പൊ x0 എന്ന് പറഞ്ഞാൽ a യും xn എന്ന് പറഞ്ഞാൽ b ആണ്. നമ്മുടെ രണ്ട് പോയിന്റ്സ് a യും b ആയതുകൊണ്ട് x0 a യും xn എന്ന് പറഞ്ഞാൽ ആരാണ് b ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ x എന്നാണ് b മൈനസ് a കൊടുത്തു. അപ്പൊ എന്ത് പറയാം, റീമാൻ ഇന്റഗ്രൽ ഇപ്പോൾ എന്താണ്, ഇന്റഗ്രൽ a to b f of x dx equal to limit n tends to infinity fn എന്ന് പറയുന്നത് b c into b minus a ആണ്.
അപ്പൊ ലിമിറ്റ് എക്സ് ഇൻഫിനിറ്റി സമ്മേഷൻ k equals to n f of ck into delta x ന്റെ കാര്യങ്ങൾ തൊട്ട് മുമ്പ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു c into b minus a. ഇവിടെ ആരില്ല n ടേം ഇല്ല, ദാറ്റ് ഈസ് ആൻസർ എന്താവും c into b minus a ആയിട്ട് വരും. അപ്പൊ എന്ത് പറയാം, ഇന്റഗ്രൽ a to b c into dx equal to c into b minus a, c is a constant. ഇതാണ് റീമാൻ സമ്മർ ആയിട്ട് കണ്ടെത്തിയത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ. എന്താണ് 12th ക്വസ്റ്റ്യൻ? Find integral 1 to 2 x square plus 2x plus 2 all divided by x raised to 4 dx. ഇതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ കണ്ടെത്തുക. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? x square plus 2x plus 2 divided by x raised to 4 ആണ്. അപ്പൊ ഇതിന് ഓരോന്നിനെ നമുക്ക് ഡിവിഷൻ നടത്തിയാൽ മതി. ഇന്റഗ്രൽ 1 to 2 x square plus 2x plus 2 divided by x raised to 4 into dx. എന്ത് ചെയ്യാം, ഓരോ പ്രാവശ്യം ഡിവിഷൻ നടത്താം. അപ്പൊ x raised to 4 പ്ലസ് എന്തായി 2x divided by x raised to 4 പ്ലസ് 2 by x raised to 4 into dx. അപ്പൊ ഡിവിഷൻ നടത്തി. ഇന്റഗ്രൽ 1 to 2 എന്തായി 1 by x square 2 by x cube പ്ലസ് എന്തായി 2 by x raised to 4. ഇനി എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം, ഓരോ ടേമിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്കറിയാം d by dx of x raised to n എന്ന് പറഞ്ഞാൽ d by ഇന്റഗ്രേഷൻ ആണ്, ഇന്റഗ്രൽ അല്ലെ, ഇന്റഗ്രൽ x raised to n dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x raised to n plus 1 divided by n plus 1. ഇവിടെ d by dx അല്ല, എന്താണ് x raised to n ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഡിനോമിനേറ്റർ കിടക്കുന്നതിനൊക്കെ മുകളിൽ മൈനസ് 2 ആയി, ഇവിടെ 2x raised to minus 3 ആയി, 2x raised to minus 4 ആയി, dx ആയി. ഇനി എന്ത് ചെയ്യാം, ഇതിനെ ഓരോന്നിനെയും എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്താ, ഈക്വൽ ടു x raised to minus 2 plus 1 divided by minus 2 plus 1 plus 2 into x raised to minus 3 plus 1 divided by minus 3 plus 1 plus 2 into x raised to minus 4 plus 1 divided by minus 4 plus 1. ലിമിറ്റ് എന്താ 1 to 2 ഈക്വൽ ടു ഇവിടെ എന്തായി x raised to minus 1 by minus 1 plus 2x raised to minus 2 divided by minus 2 plus minus 2x raised ഈ താഴത്തെ മൈനസ് നോക്കിയാൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്ലസ് ഇട്ടു മൈനസ് 3 divided by minus 3 1 to 2. അപ്പൊ എന്തായി, ഈ 2 ക്യാൻസൽ ആയിപ്പോയി, ഇവിടെ 2/3 ആണ്. അപ്പൊ എന്തായി, minus of x raised to minus 1 minus x raised to minus 2 minus 2/3 x raised to minus 3 1 to 2. ഒന്നുകൂടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 1/4 1 by x minus 1 by x square minus 2/3 1 by x cube 1 to 2. ഇനി എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഈക്വൽ ടു മൈനസ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് മൈനസ് 1/2 ഇവിടെ x സ്ക്വയർ ആണ്. അപ്പൊ ഡെറിവേറ്റീവ് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും 2 സ്ക്വയർ 4 മൈനസ് 2/3 ഇവിടെ എന്താണ് x ക്യൂബ് ആണ്. അപ്പൊ 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 ആണ്. അപ്പൊ എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. ഇനി ലോവർ ലിമിറ്റ് 1 ആണ്. 1/1 മൈനസ് 1/1 സ്ക്വയർ ആണ്. എന്തായാലും അവിടെ എന്തേ ഉള്ളൂ 1 ആയതുകൊണ്ട് 1 ഈക്വൽ ടു ഇവിടെ എന്തായി മൈനസ് 1/2 മൈനസ് 1/4 ഇത് രണ്ടും ക്യാൻസൽ ആയി 4 into 3 ആയി, ദാറ്റ് ഈസ് 12 മൈനസ് ഓഫ് മൈനസ് 1 മൈനസ് 1 ഇനി മൈനസ് 2/3 into 12 മൈനസ് 2/3. സിംപ്ലിഫൈ ചെയ്തെന്താവും മൈനസ് 5/6 ആയി. മൈനസ് ഇത് സിംപ്ലിഫൈ ചെയ്തില്ല, ഇത് മൈനസ് 2 ആയി മാറി. അപ്പൊ മൈനസ് 2 മൈനസ് 2/3 ക്രോസ് ആയി വിളിക്കുമ്പോൾ എന്താവും പ്ലസ് 8/3 ആയി മാറും അല്ലെ. മൈനസ് മൈനസ് പിന്നെ ഒരു പുറത്തൊരു മൈനസ് ആകുമ്പോൾ പ്ലസ് ആയി. ഇത് വീണ്ടും ഒരു ക്രോസ് ആയി വിളിക്കുക. അപ്പൊ എന്താ മൈനസ് 15 പ്ലസ് 48 ഡിവൈഡഡ് ബൈ 6 into 3 ഈക്വൽ ടു 33 ഡിവൈഡഡ് ബൈ 6 into 3. അപ്പൊ ഈ 3 ഇവിടെ വെട്ടിപ്പോയപ്പോ 11 ആയി. 11/6 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതോടുകൂടി നമ്മൾ സെക്ഷൻ എ എന്തായി കംപ്ലീറ്റ് ആയി. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ ബി ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം.